തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മേയർ സ്ഥാനത്തേക്കുള്ള കൂടിയാലോചനകൾ തുടങ്ങി UDFും NDAയും. പ്രതിപക്ഷ നേതാവിന്റെയും KPCC അധ്യക്ഷന്റെയും സാന്നിധ്യത്തിലാവും കൊച്ചി, തൃശൂർ, കൊല്ലം, കണ്ണൂർ മേയർ ചർച്ചകൾ. ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു, VK മിനിമോൾ എന്നിവരുടെ പേരുകളാണ് കൊച്ചിയിൽ പരിഗണിക്കുന്നത്. ആദ്യമായി തിരുവനന്തപുരം നഗരഭരണം പിടിച്ച BJP മേയർ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് VV രാജേഷിനെയാണ്. മേയറെ തീരുമാനിക്കുന്നതിൽ BJP നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ R ശ്രീലേഖ അടക്കമുള്ളവർക്കും സാധ്യതയുണ്ട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്താൻ LDF നേതൃയോഗം ചൊവ്വാഴ്ച ചേരും. മുന്നണിയുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയ കനത്ത തിരിച്ചടി മറികടക്കാനുള്ള തിരുത്തൽ വേണമെന്ന ആവശ്യം CPI ഉന്നയിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവ് യോഗവും നാളെ ചേരുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അപ്രതീക്ഷിത തോൽവിയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറത്തേക്കുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അപ്പോഴത്തേക്കും അതൊക്കെ തിരുത്തേണ്ടതുണ്ട്. LDFനെ സംബന്ധിച്ച്. UDFനെ സംബന്ധിച്ചാണെങ്കിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു വിജയമാണ്. അപ്പോൾ ആരാകണം മേയർ സ്ഥാനാർത്ഥി? മേയർ ജനപ്രിയരാകണം. ഉറപ്പായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു തയ്യാറെടുപ്പായി കൂടി അതിനെ കാണേണ്ടതുണ്ട്. LDF UDF സാധ്യതകൾ, അല്ലെങ്കിൽ അവിടെ ഇതൊക്കെയാണെങ്കിൽ NDA സംബന്ധിച്ച് ഇത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വിജയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്ന് NDAയ്ക്കും അറിയാം. എങ്ങനെയൊക്കെയാണ് മൂന്ന് മുന്നണികളിലും ചർച്ചകൾ പുരോഗമിക്കുന്നത്? തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങുന്നതാകും ഉചിതം. തിരുവനന്തപുരത്ത് ചരിത്രത്തിൽ ആദ്യമായാണ് NDAയുടെ ഒരു വലിയ വിജയം, അതായത് NDA ഭരണത്തിലേറുന്ന തരത്തിലൊരു വിജയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലേക്ക് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് BJPയുടെ ദേശീയ നേതാക്കൾ. പ്രധാനമന്ത്രി അടക്കം ഇത് കാണിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി 45 ദിവസത്തിനകം തലസ്ഥാനത്ത് എത്തുമെന്ന് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ പ്രധാനിയായ VV രാജേഷ് തന്നെ രാവിലെ മാധ്യമങ്ങളോട് കൃത്യമായ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടൊരു നീക്കം എന്നതിനപ്പുറത്തേക്ക് ദീർഘകാല പദ്ധതികളുടെ തുടക്കമായാണ് തിരുവനന്തപുരം നഗരസഭ പിടിക്കാനായ വലിയൊരു നേട്ടത്തെ BJP നേതൃത്വം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പോട്ട് വെച്ച വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനുള്ള ഒരു നീക്കമായിരിക്കും BJP എന്തായാലും നടത്തുക. അങ്ങനെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുന്ന ഒരു സാഹചര്യത്തോടെ അതിന്റെ പ്രതിഫലനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകും, മറ്റ് മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്ന വലിയൊരു പ്രതീക്ഷ BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് മേയർ ആരാകുമെന്ന കാര്യത്തിലടക്കം ഉദ്വേഗം ഏറുന്നത്. എന്തായാലും പ്രധാനമായി നേരത്തെ സൂചിപ്പിച്ച പോലെ പരിഗണനയിലുള്ളത് രണ്ട് പേരുകളാണ്. അതിൽ മുൻപിലുള്ളത് VV രാജേഷിന്റെ പേര് തന്നെയാണ്. അതായത് നേതൃത്വത്തിന്റെ കൃത്യമായ പിന്തുണയും അതോടൊപ്പം തന്നെ ഒരു പരിചയസമ്പന്നതയുമൊക്കെ VV രാജേഷിന് തുണയാകുമെന്നാണ് VV രാജേഷിനെ അനുകൂലിക്കുന്നവരുടെ കണക്കുകൂട്ടൽ. അതേസമയം ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ഒരു ഇടപെടലുണ്ടായാൽ, കാരണം മുൻ സംസ്ഥാന DGP ആയിരുന്ന R ശ്രീലേഖയെ വാർഡിലേക്ക് മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യം, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പാർട്ടിയിൽ ഉയർന്നതാണ്. അങ്ങനെ R ശ്രീലേഖ ശാസ്ത്രമംഗലത്ത് നിന്ന് ജയിച്ചു വരുമ്പോൾ ഒരു കൌൺസിലറായി അവിടെ ഈ കോർപ്പറേഷനിൽ ഇരുത്തേണ്ട ആളാണോ ശ്രീലേഖ എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് വരും. രണ്ട് സാധ്യതകളാണ് പരിഗണിക്കപ്പെടുന്നത്. ഒന്നുകിൽ ഡെപ്യൂട്ടി മേയറായി R ശ്രീലേഖ വരും. അതല്ല എങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ മേയർ സ്ഥാനത്തേക്ക് R ശ്രീലേഖ പരിഗണിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മറിച്ച് തിരിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ UDF വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് മുൻതൂക്കം കൂടുതൽ. ഷൈനി മാത്യുവിന്റെ ഉൾപ്പെടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും മുതിർന്ന നേതാക്കളുമായുള്ള അടുപ്പം അടക്കം ദീപ്തി മേരി വർഗീസിന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് ദീപ്തിയെ അനുകൂലിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ദീപ്തി മേരി വർഗീസിന്റെ പേരിന് തന്നെയാണ് സാധ്യത ഏറെയും കൽപ്പിക്കപ്പെടുന്നത്. കണ്ണൂരിലാണ് ചില തർക്കങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതാണ് എടുത്തു പറയേണ്ടത്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് അവകാശവാദവുമായി പല നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവിടെ ആർക്കാകും ഏറ്റവും കൂടുതൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണ ലഭിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ശ്രീജ മഠത്തിൽ, അതോടൊപ്പം തന്നെ ലിഷ ദീപക്, അഡ്വക്കേറ്റ് ലിഷ ദീപക്, അതോടൊപ്പം P ഇന്ദിര, ഇങ്ങനെ മൂന്ന് പേരുകളാണ് സജീവമായി ചർച്ചകൾ നിറയുന്നത്. അതേസമയം P ഇന്ദിരയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെതിരെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ K സുധാകരൻ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയാണ്, കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും KPC അധ്യക്ഷനായ K
കെ സുധാകരൻ എടുക്കുന്ന നിലപാട് കൂടി നിർണായകമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പി ഇന്ദിരയ്ക്ക് വേണ്ടി മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം രംഗത്തുണ്ട്. അതിനെ എതിർത്തുകൊണ്ടാണ് മറ്റൊരു വിഭാഗം ഇപ്പോൾ ശക്തമായ തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ശ്രീജ മഠത്തിന്റെയോ അതല്ല എങ്കിൽ ലിഷ ദിബക്കിനെയോ പരിഗണിക്കണമെന്നാണ്. മാത്രവുമല്ല, നേരത്തെ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ലഭിച്ചപ്പോൾ സമാനമായ തരത്തിൽ തർക്കം ഉടലെടുത്തിരുന്നു. അന്ന് ആ തർക്കം പരിഹരിച്ചത് കൃത്യമായി പാർലമെന്ററി പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന വ്യക്തി മേയറാകട്ടെ, അങ്ങനെ ഒരു നേതാവ് മേയറാകട്ടെ എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. സമാനമായ ഒരു ചർച്ച ഇത്തവണയും ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം LDFന് സമാനതകളില്ലാത്ത ഒരു തിരിച്ചടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ അഴിച്ചുപണി, ചെറിയൊരു മേലെത്തട്ടിലുള്ള ഉടച്ചുവാർക്കൽ എന്നതിനപ്പുറത്തേക്ക് താഴെത്തട്ടിൽ തന്നെ കാര്യമായ അഴിച്ചുപണി വേണ്ടിവരും. അതിന് ഏത് തരത്തിലുള്ള കൂടിയാലോചനകളാണ് നടത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. സ്വയം വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണ് നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ചേരുന്നത്. CPI എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട്. LDFന്റെ നേതൃയോഗം വരുന്ന ചൊവ്വാഴ്ച ചേരാനിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് CPMന് അടി പതറിയത് എങ്ങനെ, അതിന്റെ കാരണങ്ങൾ എന്ത്, അത് ഇടകീറി പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പാർട്ടി ആദ്യഘട്ടത്തിൽ കടക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം തലസ്ഥാനത്തിന്റെ നഗരഭരണം കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ആദ്യമായി CPMനെ കൈവിട്ട് പോവുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നതാരോ അതിന്റെ ഒരു വലിയ പ്രൈഡായി കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഒരു വലിയ മഹത്വത്തോടെ കണ്ടുകൊണ്ടിരുന്ന സർക്കാരാണ്, മുന്നണിയാണ് LDF. പക്ഷേ അവിടെയാണ് വളരെ അപ്രതീക്ഷിതമായി കാലിടറിയിരിക്കുന്നത്. ആദ്യമായി അത് കോൺഗ്രസിനായിരുന്നു അവിടെ ഭരണത്തിലേറിയിരുന്നെങ്കിലും ഇത്രയും ആഘാതം വരില്ലായിരുന്നു. എല്ലാ പ്രതീക്ഷകൾക്കും വിപരീതമായി BJP ഇവിടെ ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യം, അതിന്റെ പ്രതിഫലനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക ഒരേപോലെ തന്നെ LDFനും UDFനും ഒക്കെയുണ്ട്. കാരണം തിരുവനന്തപുരം നഗരഭരണം ആർക്കാണോ അവർക്കൊപ്പം തലസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചായുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെയാണ് ഇപ്പോൾ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്ന ഒരു വിജയം BJPക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മൂന്ന് മുന്നണികളും ഒരേപോലെ തന്നെ പരാജയത്തിന്റെയും വിജയത്തിന്റെയും കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കുന്ന ചർച്ചകളിലേക്ക് അടുത്ത ദിവസം മുതൽ കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. UDFന്റെ മികച്ച വിജയം 3 പതിറ്റാണ്ടിനിടയിലെ നേടിയ ഏറ്റവും മികച്ച വിജയം എന്ന വിലയിരുത്തൽ ഉണ്ട്. ഒപ്പം ഏറ്റവും അടുത്തതായി കടക്കാനുള്ള നടപടികൾ 4 കോർപ്പറേഷനുകൾ കയ്യിലുണ്ട്. ആ 4 കോർപ്പറേഷനുകളിൽ ആരാണ് മേയറാവുക, ഈ ചർച്ചയിലേക്ക് കോൺഗ്രസും UDFും ഒക്കെ കടക്കുന്നു. അതേസമയം LDFനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഈ പരാജയം, ആത്മവിശ്വാസത്തോടെ പിണറായി 3.0യിലേക്ക് പോവുകയായിരുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഈ സമയത്ത് ഇതൊരു വലിയ തിരിച്ചടിയാണ്. എവിടെയാണ് പിഴച്ചത്, എന്തൊക്കെയാണ് തിരിച്ചടിച്ചത്, ഇതൊക്കെ വിലയിരുത്തേണ്ട സമയമാണ്. അത്തരം ചർച്ചകളിലേക്ക് LDFും വൈകാതെ തന്നെ കടക്കും. നാളെ CPI CPM നേതൃയോഗങ്ങൾ, മറ്റന്നാൾ LDF യോഗം, ഇതൊക്കെ ചേരുന്നുണ്ട്. NDAയെ സംബന്ധിച്ച് രാജ്യത്തേക്ക് തന്നെ ശ്രദ്ധ പോകുന്ന തരത്തിലാണ് തിരുവനന്തപുരത്തെ നഗരഭരണം പിടിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം അതിൻ്റെ ഒരു സൂചനയായിരുന്നു. ഇനി വളരെ ശ്രദ്ധയോടെ തന്നെ ഇവിടേക്ക് കേരളത്തിലേക്ക് BJPയും NDAയും ശ്രദ്ധ പതിപ്പിക്കും എന്നതിൻ്റെ സൂചനകളാണ് അവർ നൽകുന്നത്. അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വരും. തിരുവനന്തപുരത്ത് BJPയുടെ മേയർ തന്നെ സ്വീകരിക്കും. ഇത് നേരത്തെ പറഞ്ഞിരുന്നു, അത് തന്നെ നടന്നിരിക്കുന്നു എന്നതാണ് അവരെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം. ആരാകും മേയർ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ചെറിയതായിട്ടുണ്ട്. ആർ ശ്രീലേഖയാണോ അതോ VV രാജേഷാണോ, മറ്റേതെങ്കിലും പേരുകൾ വരുമോ, കാത്തിരുന്ന് കാണാം. ഇനി നമ്മൾ മറ്റ്